സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞു. ഇപ്പോൾ MLA തന്നെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യങ്ങളിലൂടെ ഇടപെടൽ വേണം. വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏക ആശ്രയമാണ് നഷ്ടപ്പെട്ടത്. എന്ത് നടപടികളാണ് സർക്കാർ? രാവിലെ ഇങ്ങനത്തെ സംഭവം ഉണ്ടായപ്പോൾ തന്നെ നേരത്തെ MLA പറഞ്ഞ കാര്യമാണ്. ബഹുമാന്യനായ പാറശാല MLA അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് സംസാരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കത്ത് കൊടുത്തതിന് ശേഷം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രാവിലെ തന്നെ ജില്ലാ കളക്ടറോട് അതിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ബഹുമാന്യനായ കളക്ടർ രാവിലെ തന്നെ ധനസഹായം നൽകണം എന്ന റിപ്പോർട്ട് MLAയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ റിപ്പോർട്ട് ഗവൺമെന്റിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വൈകുന്നേരം CM പത്രസമ്മേളനം നടത്തുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഇതിന്റെ നിയമപരമായ കാര്യങ്ങൾ ഗവൺമെന്റ് ആലോചിച്ച് ചെയ്യും. ഇന്ന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഇവിടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ചെയ്യേണ്ട ക്രമീകരണങ്ങളെല്ലാം MLA ഇടപെട്ട് ഇവിടെ സർക്കാർ എന്നുള്ള നിലയിൽ ചെയ്തിട്ടുണ്ട്. അതിൽ MLA ഇടപെട്ടിട്ടുണ്ട്. ഇന്നത്തെ എല്ലാ ചെലവുകളും MLA ഇടപെട്ട് തന്നെ സർക്കാരിനെ കൊണ്ട് അതാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അപകടത്തെ സംബന്ധിച്ച് വലിയ വിവാദമുണ്ട്. ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് തരത്തിലുള്ള നടപടിയാണ്, പ്രത്യേകിച്ച് ഈ റെയിൽവേയുമായി കൂടി ആലോചിച്ചെന്ത് നടപടിയാണ് നഗരസഭ ചെയ്യുന്നത്? തുടർന്നുള്ള ദിവസങ്ങളിൽ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നുണ്ട്. ഇന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടല്ലോ. വൈകുന്നേരം 3:30 അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് തദ്ദേശ വകുപ്പ് എന്നുള്ള നിലയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, നഗരസഭ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുമൊക്കെ അതിനകത്ത് വിശദീകരിക്കുന്ന സാഹചര്യമുണ്ടാവും. ഇന്നലെ പറഞ്ഞതുപോലെ ഇനി തുടർ നടപടികൾ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം നഗരസഭാ കൌൺസിൽ എന്നുള്ള നിലയിൽ തന്നെ ആലോചിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പോരാ. ഈ സമയത്ത് നമുക്ക് ഒരു വിജയം നമുക്ക് കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ജീവനോടുകൂടി കിട്ടാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോഴും ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 46 മണിക്കൂറുകൾ തുടർച്ചയായി ഇതിന്റെ പരിശോധന നടക്കുമ്പോൾ അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ചെയ്ത മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ, നമുക്കെല്ലാവർക്കും അറിയാം, നിങ്ങളുൾപ്പെടെ എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ സജീവമായി ആ വിഷയത്തിൽ ഇടപെടുകയും, പ്രത്യേകിച്ച് പറയാനുള്ളത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം, അതിന്റെ സ്കൂബ ഡൈവേഴ്സ്, അതുപോലെ കേരള പോലീസ്, തിരുവനന്തപുരം നഗരസഭയുടെ കണ്ടിജന്റ് സ്റ്റാഫ്, അവരുടെ ശുചീകരണ തൊഴിലാളികൾ, അതുപോലെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ജില്ലാ ഭരണകൂടം പൂർണ്ണമായി നമ്മൾ ഈ പ്രദേശത്ത് അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു പോയ പ്രദേശത്ത് കേന്ദ്രീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ മണ്ഡലത്തിന്റെ MLA എന്നുള്ള നിലയിൽ സഖാവ് CK ഹരീന്ദ്രൻ സാഹുവും, അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ മന്ത്രി എന്നുള്ള നിലയിൽ സഖാവ് ശ്രീ വി ശിവൻകുട്ടി, GR അനിൽ മിനിസ്റ്റർ, അതുപോലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പലതവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് മിനിസ്റ്റർ ഇന്നലെ സൂചിപ്പിച്ചതാണ്. നേരിട്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഓഫീസും നിരന്തരമായി ഈ വിഷയം അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ എല്ലാ വകുപ്പ് മന്ത്രിമാരും, സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളെ ഓരോ ആളുകളെയും വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്, ഒരു തിരച്ചിൽ പ്രവർത്തനമാണ്, രക്ഷാപ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്. എല്ലാവരും ഇതിന്റെ ഭാഗമായ എല്ലാവരെയും ഈ സമയത്ത് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. നമുക്ക് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനോടൊപ്പം തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായി അവരുടെ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ നിങ്ങളെ കൊണ്ട് സാധിക്കണമെന്നുള്ള അഭ്യർത്ഥന, നമ്മൾ ചെയ്യുന്ന നടപടികൾ പോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഗവൺമെന്റും ഒക്കെ ചെയ്യുന്ന നടപടികൾ പോലെ തന്നെ നിങ്ങൾ എല്ലാവരും അതിന്റെ ഒപ്പമുണ്ടാകണം എന്നുള്ള അഭ്യർത്ഥന കൂടിയാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ ഇത്തരം തൊഴിലാളികളെ ഇത്തരം പ്രവർത്തികൾ ശരിയല്ലല്ലോ. അത് നമ്മളിപ്പോ നമുക്ക് ആ ഡീറ്റെയിൽസ്, ഞാൻ അതാ പറഞ്ഞത്, ബഹുമാന്യനായ മന്ത്രിയുടെ പത്രസമ്മേളനത്തിലേക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. അത് പരിശോധിച്ച് മിനിസ്റ്ററെ അതിനകത്ത് മിനിസ്റ്റർ പറയും. മാലിന്യക്കുഴിയിലേക്ക് ഒരു തൊഴിലാളികളെ ഇറക്കുമ്പോൾ അതിനുവേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ അത് റെയിൽവേയുമായി ബന്ധപ്പെട്ട അത്തരം സംവിധാനങ്ങളൊന്നും ഇല്ല. ഇതിപ്പോ റെയിൽവേ കൊടുത്ത കരാറല്ലേ നഗരസഭയുടെ ജീവനക്കാർക്കുണ്ടോ? അല്ല, നഗരസഭയുടെ ജീവനക്കാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നഗരസഭ ചെയ്യുന്നത് നിങ്ങൾക്ക് പരിശോധിക്കാം. ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കി അവർക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേ എത്തരത്തിലാണ് ഇത്തരം റെയിൽവേ എന്ന് പറയുന്ന സംവിധാനത്തിന് ഏത് തരത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങളും മൊബിലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണല്ലോ റെയിൽവേ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അത്തരത്തിൽ സാങ്കേതിക ഉപകരണങ്ങളോ അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങളോ ഒരുക്കാതെ ഇത്തരത്തിലേക്ക് ഒരു ഇടപെടൽ ഉണ്ടാക്കിയതെന്നുള്ള പരിശോധന അടക്കം നമുക്ക് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനപ്പുറം ഇപ്പോഴുള്ള മാനസികാവസ്ഥ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങൾ MLAയും പറഞ്ഞപ്പോഴൊന്നും ദുരന്തത്തിൽ
നമ്മൾ പരസ്പരം പഴിചാരാതെ ദുരന്തം അതിജീവിക്കാനുള്ള പ്രവർത്തനമാണ് അല്ല, ഇത് നിങ്ങളിൽ നിന്നുണ്ടാവേണ്ടതും. രീതിയിലല്ല, നേരത്തെ കണ്ടെത്തുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ടതല്ലേ? അത്ര വലിയൊരു മാലിന്യകാലത്തിലേക്ക് മനുഷ്യർ തള്ളിവിടുന്നു. അതെല്ലാം ഒരു മരണവീട്ടിൽ വെച്ചാണോ ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇവിടെ ആയതുകൊണ്ടല്ല, ഇവിടെ വെച്ച് പരിഹരിക്കാൻ ഇവിടെ വെച്ചല്ല പരിഹരിക്കേണ്ടത്. ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുമെന്ന് മേയർ പറഞ്ഞല്ലോ. വകുപ്പ് മന്ത്രി ഇതിനു വേണ്ടി തന്നെയല്ലേ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിനുശേഷം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. അവസ്ഥ വളരെ പരിതാപകരമാണ്. ഈ കുടുംബത്തിലെ ആശ്രയമായിരുന്നു. നേരത്തെ തന്നെ MLA ഇവിടെ എത്തിയിരുന്നു. ഈ വഴിയെടുക്കും ഇതിനടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ കുടുംബത്തിന് എന്തെങ്കിലും സഹായം നഗരസഭ അത് പരിശോധിക്കാം. ആ കാര്യങ്ങൾ ഗവൺമെന്റുമായി ആലോചിച്ച് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നൽകാൻ പോകുന്ന സഹായം അത് MLA ഇടപെട്ട് മുഖ്യമന്ത്രി തന്നെ അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയും. അതിനുശേഷം നഗരസഭ ചെയ്യേണ്ട കാര്യങ്ങൾ അത് ഏത് ഘട്ടത്തിലാണെങ്കിൽ അത് പരിശോധിക്കും. അത് കൌൺസിലല്ലേ, നമ്മൾ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനമല്ല. കൌൺസിൽ അതിനാവശ്യമായ ക്രമീകരണങ്ങൾ എന്ത് സാഹചര്യമാണെങ്കിലും ഇപ്പോൾ ഇത്രയും നേരം ഈ അദ്ദേഹത്തെ നഷ്ടപ്പെടുന്ന ആ നിമിഷം മുതൽ ഞങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് അവിടെ നിൽക്കുകയാണ്. നിങ്ങളെല്ലാവരും കാണുന്ന കാര്യമാണ്. ഞാനും ഡെപ്യൂട്ടി മേയറും നഗരസഭയുടെ മുഴുവൻ സംവിധാനങ്ങളും ഈ നിമിഷം വരെ വളരെ അലർട്ടായി അവിടെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും മറ്റ് സംവിധാനങ്ങളോടൊപ്പം തന്നെ മറ്റ് സർക്കാർ സംവിധാനങ്ങളോടൊപ്പം തന്നെ പൂർണ്ണമായി നഗരസഭയ്ക്ക് അവിടെ കേന്ദ്രീകരിച്ച് നിൽക്കാൻ കഴിഞ്ഞു. ഇനി തുടർന്നുള്ള കാര്യങ്ങളും നഗരസഭ ആവശ്യമായ ഘട്ടങ്ങളിൽ പരിശോധിച്ച് ചെയ്യും.